ഇന്നത്തെ ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിന് ജാമ്യമില്ല. 2 കേസുകളിൽ ജാമ്യാപേക്ഷ തള്ളിയത് കൊല്ലം വിജിലൻസ് കോടതി. എ പത്മകുമാർ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴിയെടുത്തു. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടെന്ന് തന്ത്രിമാർ. SIR-നെതിരായ ഹർജികളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം. കേരളത്തിൽ SIR പ്രക്രിയയ്ക്ക് തടസ്സമില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും കമ്മീഷൻ. ഹർജി ഡിസംബർ 2-ന് വീണ്ടും പരിഗണിക്കും. ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. പണമില്ലാത്തതിനാൽ ചികിത്സ നിഷേധിക്കരുതെന്നും അത്യാഹിതത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണമെന്നും കോടതി. രേഖകൾ ഇല്ലാത്തതിനാൽ ചികിത്സ നിഷേധിക്കരുതെന്നും നിർദ്ദേശം. കേന്ദ്ര ലേബർ കോഡിന്മേൽ കേരളം 2021 തന്നെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കിയെന്ന് സമ്മതിച്ച് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്രം നിർബന്ധിച്ചതുകൊണ്ടാണ് നടപടികളിലേക്ക് കടന്നതെന്ന് വിശദീകരണം. ട്രേഡ് യൂണിയൻ അറിഞ്ഞില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. നാളെ ചേരുന്ന ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ തുടർ നടപടിയെന്നും മന്ത്രി. ലേബർ കോഡിനെതിരെ പ്രതിഷേധം ശക്തം. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ മറിഞ്ഞ് 8 വയസ്സുകാരി മരിച്ചു. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. മരിച്ചത് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥിനി ആദിലക്ഷ്മി. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയെ 408 റൺസിന് തകർത്ത് പരമ്പര സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 140 റൺസിന് ഓൾ ഔട്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യമില്ല. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബു 2ാം പ്രതിയും കട്ടിളപ്പടികളിലെ സ്വർണ്ണമോഷണ കേസിൽ 6ാം പ്രതിയുമാണ്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. 2 കേസുകളിലുമായി നൽകിയ ജാമ്യാപേക്ഷയിലാണ് വിജിലൻസ് കോടതി തള്ളിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഊർജിതമാക്കി SIT. ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയും രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴി SIT രേഖപ്പെടുത്തി. ഇരുവരും SIT ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴിയെടുത്തത്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്നും സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ടാണെന്നും ഇരുവരും വ്യക്തമാക്കി. 2008 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയമെന്ന് തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട്. തന്ത്രി കുടുംബത്തിന്റെ ഈ പരിചയം മറയാക്കിയാണ് എല്ലാവരുമായും സൗഹൃദം സ്ഥാപിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ SITക്ക് മൊഴി നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സംസ്ഥാനങ്ങളിലെ സമ്പന്നരുമായി ബന്ധം സ്ഥാപിച്ചതും ഈ രീതിയിലാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തനിക്കറിയാവുന്നതെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തരവാദിത്തമുള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്, എല്ലാവരും അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഞാനങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ മൊഴിയെടുത്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കൈവിലങ്ങണിയിച്ച പോലീസുകാർക്കെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. പ്രതിയെ കരുതലോടെ കൊണ്ടുപോകണമെന്ന ജയിൽ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസുവിനെ കൈവിലങ്ങ് ധരിപ്പിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്കാണെന്ന് BNS നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാർ SIT കസ്റ്റഡിയിൽ. കൊല്ലം വിജിലൻസ് കോടതിയാണ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയത്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭരണ സംവിധാനത്തിലെ ഉന്നതരിലേക്കും കൂടുതൽ സാമ്പത്തിക ഇടപാടുകളിലേക്കും അന്വേഷണം എത്തുമെന്ന സൂചനകളാണുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കോടതി നാളെ വൈകുന്നേരം 5 മണിവരെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത്. പത്മകുമാറിന് നേരെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കോടതി പരിസരത്ത് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്കെത്തിച്ചപ്പോൾ പ്രതിഷേധക്കാർ പത്മകുമാർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു. പ്രവർത്തകരെ തള്ളിമാറ്റിയാണ് അന്വേഷണ സംഘം പത്മകുമാറുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ കണ്ട പത്മകുമാറിനെ ആയിരുന്നില്ല റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകുമ്പോൾ കാണാനായത്. അറസ്റ്റിനു ശേഷം അന്വേഷണ സംഘത്തിന്റെ പഴുതടച്ചുള്ള നീക്കങ്ങളിൽ പുറത്തുവന്ന വിവരങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും പത്മകുമാർ പ്രതികരിച്ചില്ല. നാളെ വൈകുന്നേരം 5 മണിവരെ തിരുവനന്തപുരത്താണ് ചോദ്യം ചെയ്യൽ. നിർണായക വിവരങ്ങളാണ് പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും വിദേശയാത്രകളും ഒപ്പം ഇതിലിടപെട്ടിട്ടുള്ള ദേവസ്വം ഭരണ സംവിധാനത്തിലെ ഉന്നതരെക്കുറിച്ചും പത്മകുമാറിന് ഉത്തരം നൽകേണ്ടി വരും. കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരായിരുന്നു. CPM നേതൃത്വം തുറന്നു സമ്മതിക്കുന്നില്ലെങ്കിലും മുൻ MLAയും CPM നേതാവും കൂടെയായ പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിലൂടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതും പാർട്ടിക്കുള്ളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിലെ തന്ത്രിമാർ കുറ്റക്കാരാണെന്ന് കരുതുന്നില്ലെന്ന് K. മുരളീധരൻ. തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈന്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ സംശയത്തിന് നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കേരളത്തിൽ SIR നടപടികൾക്കെതിരായ ഹർജികളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം. കേരളത്തിൽ SIR പ്രക്രിയയ്ക്ക് തടസ്സമില്ലെന്നും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെന്നും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. BLOമാർ കടുത്ത സമ്മർദ്ദം നേരിടുന്നുവെന്നും നടപടികൾ നീട്ടിവെക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജി ഡിസംബർ 2-ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് SIRനെതിരായ ഹർജികൾ പരിഗണിച്ചത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജിയിലെ വസ്തുതകൾ വ്യത്യസ്തമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR മാറ്റിവെക്കണമെന്നാണ് ആവശ്യമെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക റിപ്പോർട്ട് നൽകാൻ 2-അംഗ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം നൽകണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ സത്യവാങ്മൂലം നൽകിയിട്ടില്ലെന്ന് സർക്കാർ വാദിച്ചതോടെയാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ടു പോവുകയാണെന്നും BLOമാർ കടുത്ത സമ്മർദ്ദത്തിലാണെന്നും സംസ്ഥാന സർക്കാരും മറ്റു ഹർജിക്കാരും വാദിച്ചു. എന്നാൽ 22 ദിവസത്തിനകം 90% ഫോമുകളും വിതരണം നടത്തിയെന്നും 50% വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു എന്നും കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം കേരളത്തിലെ ഹർജികൾ ഡിസംബർ 2-ാം തീയതി പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി 1-ാം തീയതിക്കുള്ളിൽ നൽകണമെന്ന് നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന് പുറകെ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിവരാണ് SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പശ്ചിമബംഗാൾ നൽകിയ ഹർജിയിലും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. ജോലി സമ്മർദ്ദം മൂലം 23 BLOമാർ ബംഗാളിൽ ആത്മഹത്യ ചെയ്തുവെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചു. തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയത്. നിലവിലുണ്ടായിരുന്ന 29 നിയമങ്ങൾക്ക് പകരമായാണ് 4 പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നത്. നിയമങ്ങൾ വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ കോഡ് എന്നിങ്ങനെ 4 കോഡുകളാക്കി മാറ്റി. ഇതിനെതിരെയാണ് തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയത്.
BMS ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ചട്ടങ്ങൾ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ചാണ് സംയുക്ത കിസാൻ മോർച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വേതന ചട്ടങ്ങളിൽ കാര്യമായ എതിർപ്പ് തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നില്ല. എതിർപ്പ് കൂടുതലും വ്യവസായ ബന്ധ ചട്ടങ്ങളോടാണ്. ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്. ഇതാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. സുരക്ഷാ ചട്ടങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വവും ചികിത്സാ ആനുകൂല്യങ്ങളുമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർപ്പ് അറിയിച്ചതോടെയാണ് മുൻപ് പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കാതിരുന്നത്. പുതിയ ചട്ടങ്ങൾ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വലിയ തരത്തിൽ ഗുണകരമാകും എന്നും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേന്ദ്ര ലേബർ കോഡിൽ കേരളം 2021 തന്നെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കിയെന്ന് സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്രം നിർബന്ധിച്ചതുകൊണ്ടാണ് നടപടികളിലേക്ക് കടക്കേണ്ടി വന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. എന്നാൽ കരട് തയ്യാറാക്കിയപ്പോൾ ട്രേഡ് യൂണിയൻ അറിഞ്ഞില്ലല്ലോ എന്ന ചോദ്യത്തിന് തൊഴിൽ മന്ത്രി മറുപടി നൽകിയില്ല. നാളെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നും യോഗ തീരുമാനത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊണ്ട് അത് അംഗീകരിക്കണമെന്നില്ലല്ലോ. അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ആളുകളുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇതൊന്നും രഹസ്യമായിട്ട് വെച്ചിട്ടുള്ള കാര്യമില്ല. ഒരു ട്രേഡ് യൂണിയൻസിനും അതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി ഇല്ലതാനും. ട്രേഡ് യൂണിയൻസിന്റെ പങ്കെടുത്ത യോഗത്തിൽ ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നാളത്തെ യോഗത്തിൽ ചർച്ച ഇതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാം നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും അതിനുള്ള പിന്തുണയാണ് നാളത്തെ ചർച്ച. മാധ്യമരംഗം അടക്കമുള്ള തൊഴിൽ മേഖലയ്ക്ക് ഭീഷണിയായ ലേബർ കോഡിനെതിരെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയനും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷനും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപമാണ് പ്രതിഷേധ ധർണ നടന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ലേബർ കോഡിനെതിരെയുള്ള പ്രതിഷേധ സംഗമങ്ങളിൽ BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്തു. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധ സദസ്സ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെയാണ് നരേന്ദ്രമോദി പുതിയ നിയമമുണ്ടാക്കിയതെന്ന് എളമരം കരീം പറഞ്ഞു. തൊഴിലാളി യൂണിയനുകളല്ല ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്ന് BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BMS സമരം ചെയ്താലും ലേബർ കോഡ് ജനങ്ങൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പ്രതികരിച്ചു. തൊഴിലാളികൾക്ക് ഏറ്റവും ആവശ്യം വേണ്ട, ഏറ്റവും നല്ല, തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബില്ലാണ് തൊഴിൽ നിയമ പരിഷ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും എതിർപ്പ് പറയുന്നത് പോലെ ഇതൊരു സ്ഥിരം പല്ലവിയായി സർക്കാർ മാറ്റിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്. തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഇതിൽ പരാതിയില്ല. തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ കോടാനുകോടി വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നതാണ്, നല്ല അനുകൂലമായിട്ടുള്ളതാണ്. ആ ലേബർ കോഡ് നിയമങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. ദയവായി മാധ്യമപ്രവർത്തകർ അതൊന്ന് ശരിയായി വായിച്ചു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തൊഴിലാളി സമൂഹത്തിന് ഇല്ല. തൊഴിലാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നിയമമാണിപ്പോൾ വന്നിരിക്കുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് പണമില്ലെന്ന കാരണത്താലും രേഖകളില്ലാത്ത സാഹചര്യത്തിലും ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക കർത്തവ്യം എല്ലാ ആശുപത്രികൾക്കുമുണ്ടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. എല്ലാ ആശുപത്രികളും അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കുകയും അവരുടെ ആരോഗ്യനില ഭദ്രമെന്ന് ഉറപ്പാക്കുകയും വേണം. തുടർ ചികിത്സ ആവശ്യമെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആശുപത്രി റിസപ്ഷനിലും വെബ്സൈറ്റിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ചികിത്സാ നിരക്കുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മുനമ്പ് നിവാസികൾക്ക് താൽക്കാലിക ആശ്വാസം. തർക്കഭൂമിയിൽ കൈവശക്കാർക്ക് കരമൊടുക്കാമെന്ന് ഹൈക്കോടതി. അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി.
മുനമ്പം വിഷയത്തിൽ പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. മുനമ്പത്ത് ഭൂമി കൈവശം വച്ചിരിക്കുന്നവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകിയാണ് ഹൈക്കോടതി നിർദ്ദേശം. താൽക്കാലികമായി വസ്തുവിന്റെ കരം സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ യോജിച്ചു. നിലവിൽ കൈവശമുള്ള ഭൂമിയുടെ കരമടയ്ക്കുവാൻ അനുവദിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. വഖഫ് ട്രിബ്യൂണൽ പ്രശ്നത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാം. വർഷങ്ങളോളം കൈവശം വച്ചിരുന്ന സ്വത്ത് നഷ്ടപ്പെട്ടുവെന്ന ആദിയിലായിരുന്നു മുനമ്പം നിവാസികൾ. എന്നാൽ റവന്യൂ രേഖകളെങ്കിലും തങ്ങളുടെ പേരിലാണ് എന്ന് മുനമ്പം നിവാസികൾക്ക് ഇപ്പോൾ ആശ്വസിക്കാം. അമൃത ന്യൂസ്, കൊച്ചി. ഭരണഘടനാ ദിനത്തിൽ തന്നെ ആശ്വാസവിധിയെന്ന് മുനമ്പം സമരസമിതി. ഏറെക്കാലമായുള്ള പ്രധാന പ്രശ്നം പരിഹരിച്ചു. ശാശ്വത പരിഹാരത്തിന് നിയമപോരാട്ടം തുടരും. സമരം തുടരുന്നത് കോർ കമ്മിറ്റിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം. 2022 ഗവൺമെൻറ് കരമടക്കാനായിട്ട് അനുവാദം തന്നതിനെതിരെ നാസർ മനയിലും അബ്ദുൽ സലാമും കൊടുത്ത കേസിലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്നിരുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയിരുന്നു, സ്റ്റേ കൊടുത്തിരുന്നു. ഇപ്പോൾ ആ സ്റ്റേ മാറി നമുക്ക് ഗവൺമെൻറ്റിന് പൂർണ്ണമായ അധികാരം കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ്റിനോട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും മുനമ്പം തീരപ്രദേശത്തിലെ റവന്യൂ അവകാശങ്ങൾ കരമടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള എല്ലാ അനുവാദങ്ങളും കോടതി കൊടുത്തു കഴിഞ്ഞു. അന്തിമ വിധി വരുന്നവരെ, ഇപ്പോൾ ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒരു വിധി ഉണ്ടാകുന്ന സമയം വരെ, ആ വിധി ഉണ്ടാകുന്ന സമയം വരെ നമ്മൾ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിനുള്ള അനുവാദം ഗവൺമെൻറ്റിന് കൊടുത്തു. ഭൂസംരക്ഷണ സമിതി നടത്തി വന്ന കേസിന് തീർപ്പായിരിക്കുന്നു. അത് ഭരണഘടനാ ദിനമായ ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. 4 വർഷം സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു. 8 വയസ്സുകാരി ആദിലക്ഷ്മിയാണ് മരിച്ചത്. പത്തനംതിട്ട തൂമ്പാക്കുളത്താണ് സംഭവം. ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച ആദിലക്ഷ്മി. ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം. ഡ്രൈവർക്കും മറ്റൊരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. പോക്സോ കേസിൽ അറസ്റ്റിലായ സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയായിരുന്ന ദേളിയിലെ മുബഷീർ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ദേളി കുന്നുപാറയിലെ അബ്ദുള്ളയുടെ മകൻ മുബഷീർ കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ ഇന്ന് രാവിലെ മരിച്ചെന്നാണ് വിവരം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പുലർച്ചെ 5:30 മണിയോടെ മുബഷീറിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 2016 പോക്സോ കേസിൽ പ്രതിയായ മുബഷീർ വിദേശത്തായിരുന്നു. നാട്ടിലെത്തിയ ശേഷം 3 ആഴ്ച മുൻപാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കാണാൻ പോയിട്ട് അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എനിക്ക് ഇവിടുന്ന് ഇതിനകത്തുനിന്ന് ജയിലിൽ നിന്ന് പോലീസുകാർ എനിക്ക് എൻ്റെ ഗുളിക തരുന്നുണ്ട്. രണ്ടാമത് എന്നെ ഇവിടെ ഭയങ്കര ദേവപ്രദം ചെയ്യുന്നുണ്ട്, എന്നെ അടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. അത് ആരെന്നുള്ള ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ വിളിച്ച് പറയക്കാരിയാ എന്തെന്ന്. അങ്ങനെ രാവിലെ 7:15 സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളെ മകന് മരിച്ചിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലുണ്ട് എന്നുള്ളത്. പക്ഷെ നിയമം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയിക്കണം. അതറിയിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മരിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബോഡി കണ്ടോന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്തെല്ലാം വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി RDO തല അന്വേഷണത്തിലൂടെ ദുരൂഹത നീക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA ആവശ്യപ്പെട്ടു. നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ്. അന്വേഷണം നടത്തണം. അപ്പോൾ RDO ഇവിടെ എത്തിയിട്ടുണ്ട്. RDO തലത്തിൽ അന്വേഷണം ഉണ്ടാകും. ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവരുടേതായ തലത്തിലും അന്വേഷണം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണ നടപടികൾ ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിനെതിരെ ഇടത് അഭിഭാഷക സംഘടന. ഇന്നലെ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ചിത്രം വെച്ചിരുന്നത്. ചടങ്ങിൽ ഗവർണർ നടത്തിയത് ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകളാണെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ആരോപിച്ച് DYFI ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. ദേശീയ നിയമദിനത്തോടനുബന്ധിച്ച് അഭിഭാഷക പരിഷത്ത് നടത്തിയ പരിപാടിക്കെതിരെയാണ് ഇടത് അഭിഭാഷക സംഘടന രംഗത്തെത്തിയത്. ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നു. ചിത്രം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തിന് വിരുദ്ധമാണ്, മതനിരപേക്ഷതയ്ക്ക് എതിരായാണ് പരിപാടിയിൽ ഗവർണർ പ്രസംഗിച്ചതെന്നുമാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ആരോപണം. ഭരണഘടനയുമായോ നമ്മുടെ ദേശീയതയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ബിംബം, ആ ബിംബമാണ് അവിടെ പ്രദർശിപ്പിച്ചത്.
അപ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കെതിരാണ്. അവിടെ നടത്തിയ പ്രസംഗത്തിൽ പോലും അത് കേട്ടവർക്കെല്ലാം വളരെ വ്യക്തമാവുന്നൊരു കാര്യമാണ്. കാരണം മതനിരപേക്ഷത എന്ന് പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് നമ്മുടെ ഗവർണർ പറയുന്നത്. എത്രയോ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള സൂചനയാണത്. ചിലർക്ക് ഭാരതമാതാവിനോട് പോലും തൊട്ടുകൂടായ്മയാണെന്നായിരുന്നു ഇന്നലെ ഗവർണർ പ്രസംഗത്തിനിടെ പറഞ്ഞത്. പരിപാടികളിൽ ഭാരതമാതാവിന്റെ ചിത്രം വെക്കുന്നത് പലരും വിലക്കുന്നു. വിദ്യാഭ്യാസത്തിലെ മൂല്യച്യുതിയാണ് ഇതിന് കാരണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. Even Bharat Mata is called as considered as untouchable. Many of them they don't want to attend this program because of Bharat Mata. That is how we practice. I don't know from where we got these ideas. Bharat Mata can be aligned to us. Because there was some destruction in our education system, we thought that Bharat Mata is not ours. And then the things come here. Bharat Mata, why there should not be Bharat Mata's picture? Many people object to it. ഹൈക്കോടതി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത്. ചടങ്ങിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. എളാമ്പ്രയിൽ അടിയന്തരമായി LP സ്കൂൾ സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം. സംസ്ഥാനത്തിന്റെ ഭാഗം കോടതിയെ വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ മഞ്ചേരിയിൽ എലമ്പാറ സ്കൂളിൽ പുതിയതായിട്ടൊരു സ്കൂൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോടതിയിൽ അവരുള്ള നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ LPSഉം 3 കിലോമീറ്റർ ചുറ്റളവിൽ UPSഉം നിർമ്മിക്കണമെന്നൊക്കെയാണ് വിധിയിൽ പറയുന്നത്. വിധിയിലെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കോടതിയെ വേണ്ടവണ്ണം നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ വിധിയിലെ കോപ്പിയും പെറ്റീഷനും പറയാം. തൃശൂർ പരിയാരത്ത് കാട്ടാനാക്രമണം രൂക്ഷം. കൃഷി നടത്താൻ കഴിയാതെ മനംനൊന്ത് സ്വന്തം തോട്ടത്തിലെ വാഴകൾ വെട്ടിമാറ്റി കർഷകൻ. കഴിഞ്ഞ ദിവസം 500ഓളം വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. നിരന്തരമായ കാട്ടാന ശല്യത്തെ തുടർന്ന് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. കോട്ടമലയിൽ സാബുവാണ് 2.5 ഏക്കറിലെ വാഴകൾ വെട്ടിമാറ്റിയത്. തോട്ടത്തിലേക്ക് സ്ഥിരമായി കാട്ടാനകളെത്തി വാഴ നശിപ്പിക്കുകയാണെന്ന് സാബു പറയുന്നു. 5 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ ആന വന്ന് ഈ കാണുന്ന 500-600ഓളം വാഴ ഏകദേശം നശിപ്പിച്ച് ഒരു 100 വാഴ ഉണ്ടായത്. എനിക്ക് ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് ഇനിയും വരുമെന്നുള്ള പേടി കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും നമ്മളുടെ പറമ്പിനോട് ചുറ്റും ഫെൻസിങ് മതിലുണ്ടായിരുന്നു. മതിലും തട്ടി കളഞ്ഞിട്ടാണ്, ഫെൻസിങ്ങും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. ഒരു വർഷത്തിനിടെ 10ലേറെ തവണ കാട്ടാനകളെത്തി പ്രദേശത്ത് നാശനഷ്ടം വരുത്തി. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയതിന്റെ പ്രതിഷേധമാണ് ഈ വാഴ വെട്ടിമാറ്റൽ. അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ തലയാർ എസ്റ്റേറ്റിൽ പാമ്പൻമല ഡിവിഷനിൽ പട്ടാപ്പകൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. പാമ്പൻമല ഡിവിഷനിലെ 23-ാം നമ്പർ ഫീൽഡിലാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. സംഭവം നടക്കുന്നതിന് 50 മീറ്റർ അകലെ നിരവധി സ്ത്രീകൾ തേയില കൊളുന്തെടുക്കുന്നതിനിടെയായിരുന്നു സംഭവം. തീറ്റയ്ക്കായി വിട്ടിരുന്ന പശുക്കൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത് കണ്ട തൊഴിലാളികൾ നടത്തിയ അന്വേഷണത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത്. മുറിവിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 4 പശുക്കളാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI നേതാവുമായ ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പാകിസ്ഥാനിൽ വൻ പ്രതിഷേധം. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി തുടങ്ങിയ നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് PTI പ്രവർത്തകർ. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ തടവിൽ കഴിയുന്ന ഇമ്രാനെ കാണാൻ അനുവദിക്കാത്തതും സഹോദരിമാർ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ ആവശ്യം നിരസിച്ചതുമാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ അമ്മയും മകനും സ്ഥാനാർത്ഥികൾ. അനിതയും അനുരാജും BJPക്ക് വേണ്ടി ജനവിധി തേടുകയാണ്.
അമ്മയും മകനും BJP സ്ഥാനാർത്ഥികളായത് പ്രവർത്തകരെ ഏറെ ആവേശത്തിലാഴ്ത്തുകയാണ്. CPM ശക്തി കേന്ദ്രമായ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മലപ്പച്ചേരിയിൽ BJP സ്ഥാനാർത്ഥിയായി അനിത ജനവിധി തേടുമ്പോൾ മകൻ അനുരാജ് വാർഡ് 5 കാഞ്ഞിരപ്പൊയിൽ നിന്നാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2020 മലപ്പച്ചേരിയിൽ നിന്ന് മത്സരിച്ച് CPM കേന്ദ്രത്തിൽ നടത്തിയ പോരാട്ടത്തിൽ 208 വോട്ടുകൾ നേടി ഇടത് കോട്ടകളെ ഇവർ ഞെട്ടിച്ചിരുന്നു. ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനിത. സന്തോഷം. 3ാം തവണ മത്സരിക്കുന്നത് ഞാൻ, മോൻ 1ാം തവണ. അപ്പോൾ ആദ്യം ഞാൻ 5ാം വാർഡിൽ മത്സരിച്ചതാണ്. ഇപ്പോൾ മോൻ മത്സരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മത്സരിക്കുന്നത് 6ാം വാർഡ് മൽപ്പച്ചേരി കോതോട്ടുപാറ. എൻ്റേത് കന്യാംഗമാണ്. അപ്പോൾ മാക്സിമം വിജയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട്. വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. അനിതയും അനുരാജും 1ാം ഘട്ട പ്രചരണത്തിന്റെ തിരക്കിലാണ്. അനുരാജ് ഇതാദ്യമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരിമലയിൽ ഇനി ദീപാരാധനയുടെ സമയമാണ്. അല്പസമയത്തിനകം തന്നെ ദീപാരാധന ആരംഭിക്കും. തത്സമയ സംപ്രേഷണത്തിലേക്ക്.